जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्ण। ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 1 ശ്ലോകം 213 മുതൽ. ए मोरा मनेरा कथा केह नहीं जाने सबे बाले के ना आइला राम केली ग्रामे. हरे कृष्णा प्रभु। ते मोरा मनेर कथा केह नाही जाने सबे भले केने आइला राम केली ग्रामे. विवर्तनम by His Divine Grace Abhay Charanaravinda Bhakti Vedanta Swami Srila Prabhupada ki jai. ഞാൻ രാമകേളി എന്ന ഈ ഗ്രാമത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരും ചോദിക്കുന്നു. എന്റെ ഉദ്ദേശ്യങ്ങൾ ആർക്കും അറിയില്ല. ഹരേ കൃഷ്ണ. Dhahabir Das Sakara Malik Srila Sanatan Goswami Srila Rupa Goswami ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നു രാമകേളിയിൽ വെച്ച്. മഹാപ്രഭുവിനെ കണ്ടതിന് ശേഷം ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. അവർക്ക് രണ്ടുപേർക്കും പേര് കൊടുക്കുന്നു. രൂപ ഗോസ്വാമി സനാതൻ ഗോസ്വാമി എന്നുള്ള പേര്, രൂപ സനാതൻ എന്നുള്ള പേര് കൊടുക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. മഹാപ്രഭു പറയുന്നു, ആക്ച്വലി ഞാൻ ബംഗാളിലേക്ക് വന്നത്, ബംഗാളിലേക്ക് അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴി ബംഗാൾ വഴിയാണ് വരുന്നത്. അപ്പോൾ ബംഗാളിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്താണ്, ഇവർ രണ്ടുപേരെയും കാണാനാണ്. രൂപ ആൻഡ് സനാതൻ, അവർ രണ്ടുപേരെയും കാണുവാൻ മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നു. മഹാപ്രഭു പറയുന്നു, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തിന് ഞാനിവിടെ വന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് വേറെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നത് ഇവരെ രണ്ടുപേരെയും കാണാൻ, രണ്ട് സഹോദരങ്ങൾ രൂപ സനാതൻ ഗോസ്വാമി, അവരെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നു. ബാല ഹൈല ദുയി ഭായി ഐല മോരസ്ഥാനെ ഖരെ യാഹ ഭയ കിച്ചു നാ കരിഹ മനെ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു.
भाला हैला दुई भाई आईला मोरस्ताने खरेयाह भय किचु न करिह मने വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നിങ്ങൾ ഇരു സഹോദരന്മാരും എന്നെ കാണാൻ വന്നത് വളരെ നന്ദി. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഹരേ കൃഷ്ണ. രൂപഗോസ്വാമി സനാതൻ ഗോസ്വാമിയോട് പറയുന്നു, ഞാനിവിടെ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങളൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, തിരിച്ചു പൊക്കോളൂ. കാര്യം ശ്രീല രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും നവാബിൻ്റെ രാജ്യത്ത് അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും വളരെ അടുത്ത മന്ത്രിമാരായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ താല്പര്യം ഉണ്ടായിട്ടല്ല അത് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഭീഷണി ഉണ്ടായിരുന്നു. ആ ഗ്രാമവാസികളെ എല്ലാം ഞങ്ങൾ മുസൽമാന്മാരാക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഞങ്ങൾ മുടക്കം വരുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി കൊടുത്തിരുന്നു. അപ്പോൾ അത് ഒന്നിനും തടസ്സം വരാതിരിക്കുവാനും ഗ്രാമവാസികൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാനും വേണ്ടി മാത്രമാണ് രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഇങ്ങനെയൊരു റിസ്ക് എടുക്കുന്നത്. ആക്ച്വലി അവർക്ക് ഇത് പറ്റില്ല എന്ന് പറയാമായിരുന്നു, പക്ഷേ അത് അവർ പറഞ്ഞില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ധാബിർ ഗാസും സാക്കർ മല്ലിക്കും ആവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച രണ്ടുപേരാണ് അവർ. അവർ ശുദ്ധഭക്തരാണ്, ആദ്യം മുതലേ ബ്രാഹ്മണരാണ്. അങ്ങനെയുള്ളവരാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഹുസൈൻ ഷായുടെ കൂടെ രാജ്യത്തേക്ക് പോകുന്നത്. കാര്യം ഹുസൈൻ ഷായ്ക്ക് അറിയാമായിരുന്നു ഇവർ രണ്ടുപേരും വളരെ 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 പ്രത്യേകതയുള്ള ബുദ്ധിശാലികളായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള നല്ല രണ്ട് ആളുകളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവരോട് രണ്ടുപേരോടും ആദ്യം അഭ്യർത്ഥിച്ചപ്പോൾ പറഞ്ഞു സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭീഷണിയായി, അവസാനം ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇവിടെ വരുന്നതും ഇവരെ കാണുന്നതും വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, രണ്ടുപേരെയും അതിൽ നിന്ന് രക്ഷിച്ച് രണ്ടുപേരെയും മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന ആന്തോളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭാഗമാവാൻ വേണ്ടി, അതിനുള്ള ഒരു തുടക്കത്തിന് വേണ്ടി മാത്രമാണ് മഹാപ്രഭു ഇവിടെ വരുന്നത്. അതാണ് പറയുന്നത്. ജന്മേ ജന്മേ തുമി ദുയി കിങ്കര അമാർ അചിരാത്തെ കൃഷ്ണ തൊമായി കരീബെ ഉദ്ധാർ. ഹരേ കൃഷ്ണ. ജന്മേ ജന്മേ തുമി ദുയി കിങ്കര ആമര ആചിരാതെ കൃഷ്ണ തൊമായ കരീബെ ഉദ്ധാര. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജന്മജന്മങ്ങളായി നിങ്ങൾ എൻ്റെ ശാശ്വത ഭൃത്യരാകുന്നു. എത്രയും പെട്ടെന്ന് കൃഷ്ണൻ നിങ്ങളെ മോചിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹരേ കൃഷ്ണ. മഹാപ്രഭു പറയുന്നു, ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ പ്രിയപ്പെട്ട സേവകരാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നേരിട്ട് കൃഷ്ണനാണ് പറയുന്നത്. മഹാപ്രഭു കൃഷ്ണനും രൂപ സനാതൻ ഗോസ്വാമി ഗോലോക വൃന്ദാവനത്തിലെ അവരുടെ രാധാകൃഷ്ണൻ്റെ സേവകരുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻ ഇവിടെയുള്ള കണക്ഷൻ അല്ല, അവിടെ നിന്നുള്ള കണക്ഷനാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ സേവകർ തന്നെയാണ് അവിടെയും. അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ രക്ഷിക്കട്ടെ. കാര്യം മഹാപ്രഭു ഭഗവാന്റെ ഭഗവത് ഭാവത്തിലല്ല, ഭക്തഭാവത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പറയുന്നു, അദ്ദേഹം കൃഷ്ണനാണ്, എന്നാലും അദ്ദേഹം പറയുന്നു ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. എത്ത ബലി ദുഹാരാ ശിരെ ധരില ദുയി ഹാത്തെ ദുയി ഭായ് പ്രഭു പദ നീല നിജ മാത്തെ. വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കൂ. ഹരേ കൃഷ്ണ. ഏതബലി ദുൻഹരാ ശിരെ ധരില ദുയി ഹാത്തെ ദുയി ഭായ് പ്രഭു പദ നീല നിജ മാത്തെ.
വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. മഹാപ്രഭു തന്റെ ഇരുകരങ്ങളും അവരിരുവരുടെയും ശിരസ്സുകളിൽ വയ്ക്കുകയും അവർ ഉടൻ തന്നെ ഭഗവാന്റെ പാദകമലങ്ങൾ തങ്ങളുടെ ശിരസ്സുകളിൽ ധരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ത ബലി ദുഹാര ശിര, രണ്ടുപേരുടെയും ശിരസിൽ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങൾ രൂപ സനാതൻ ഗോസ്വാമി അവരുടെ ശിരസിൽ മഹാപ്രഭുവിന് മുമ്പിൽ നമസ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ അവരുടെ ശിരസിൽ അവർ രണ്ടുപേരും വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രഭു പദ നിജ മാത്തെ രണ്ടുപേരുടെയും തലയിൽ വയ്ക്കുന്നു. മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം, മഹാപ്രഭു കൈകൊണ്ട് അനുഗ്രഹിക്കുന്നു, കാലുകൊണ്ട് അനുഗ്രഹിക്കുന്നു. ദോഹ ആലിംഗീയ പ്രഭു ബലില ഭക്തഗണേ സബേ കൃപാ കരി ഉദ്ധാരഃ ദുയി ജനെ. ഹരേ കൃഷ്ണ. ദോഹ ആലിംഗീയ പ്രഭു ബലില ഭക്തഗണേ സബേ കൃപാ കരി ഉദ്ധാരഃ ദുയി ജനെ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. അനന്തരം മഹാപ്രഭു അവർ ഇരുവരെയും ആലിംഗനം ചെയ്യുകയും അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ ഭക്തന്മാരോടും അവരിൽ കൃപ ചൊരിഞ്ഞ് അവരെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ മഹാപ്രഭു രണ്ടുപേരെയും ആലിംഗനം ചെയ്ത് മഹാപ്രഭു പറയുന്നത് കേൾക്കൂ. എല്ലാ ഭക്തരോടും, അവിടെ ശ്രീല ഹരിദാസ് ഠാക്കൂർ, നിത്യാനന്ദ പ്രഭു, അങ്ങനെ ഒരുപാട് ഭക്തരുണ്ട്, അവരോടെല്ലാവരോടും പറയുന്നു, നിങ്ങളെല്ലാവരും ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കണേ. ഇവരെ രണ്ടുപേരും സബേ കൃപ കരി ഉദ്ധാരഃ ദുയി ജനെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ, ഇവർക്കൊരു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് മഹാപ്രഭു റിക്വസ്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരോട്. ഹരേ കൃഷ്ണ. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. മഹാപ്രഭു ഒരു ഭക്തൻ്റെ ഭാവത്തിലാണ്. അപ്പോൾ ഒരു ഗുരുസ്ഥാനത്ത് നിന്നാണ് പറയുന്നത്. അപ്പോൾ മഹാപ്രഭു അദ്ദേഹം അനുഗ്രഹം കൊടുക്കുന്നു, കൂട്ടത്തിൽ മറ്റുള്ള ഭക്തരോടും പറയുന്നു, ഈ രണ്ട് ഭക്തരെ അനുഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ കാണിച്ചു തരുന്നു ഭക്തരുടെ അനുഗ്രഹം, പ്രാർത്ഥന ഒക്കെ വളരെ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഭക്തി ജീവിതത്തിൽ. ഭക്തരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് കിട്ടുവാണെങ്കിൽ ഭക്തിയിൽ വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് വളരെയധികം, അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത് എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല ചോദിക്കുന്നതിന്. എന്നാൽ അതിനേക്കാൾ നല്ലത് അവർക്ക് തോന്നി അവർ നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിലോ, അവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ട് നമ്മൾ ചോദിക്കാതെ തന്നെ അവരുടെ മനസ്സ് നിറയുന്നു, സന്തോഷമാവുന്നു, അനുഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒരുപാട് കൂടുതലാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ്? അങ്ങനെ വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്ക്, ഗുരുസ്ഥാനത്തുള്ളവർക്ക് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോഴും അവർ പറയുന്ന പോലെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെല്ലാം നല്ല രീതിയിൽ ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് കണ്ട് അവർക്ക് സന്തോഷം തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ നിറയുന്നു, സന്തോഷം വരുന്നു അവർക്ക്. അപ്പോൾ ആ അനുഗ്രഹം ഓട്ടോമാറ്റിക്കലി വരും. അതാണ്, ഒരുപാട് ശക്തിയാണ് അതിനുള്ളത്. അല്ലാതെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, എന്നെ അനുഗ്രഹിക്കൂ, പ്രാർത്ഥിക്കൂ, ഇത് ഏതാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. നിർബന്ധിച്ച് കൈപിടിച്ച് എന്നെ അനുഗ്രഹിക്കൂ, അതിനത്ര എഫക്റ്റ് ഇല്ല. ഓഫ് കോഴ്സ് ശുദ്ധഭക്തരുടെ സ്പർശനം ദർശനത്തിൽ തന്നെ നമ്മൾ പവിത്രമാവും. പിന്നെ സ്പർശനത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ അവർക്കത് തോന്നിക്കൊണ്ട് തരുമ്പോൾ അതിന് ഒരുപാട് ശക്തിയാണ്. അപ്പോൾ
രൂപ സനാതൻ ഗോസ്വാമിമാർ അവർ വളരെ വിനയത്തോടു കൂടി മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അവർ മഹാപ്രഭുവിനെ കാണുന്നേക്കാൾ മുമ്പ് ഹരിദാസ് ഠാക്കൂറിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും മറ്റുള്ള ഭക്തരുടെയും സമ്മതം ചോദിച്ചതിന് ശേഷമാണ് മഹാപ്രഭുവിനെ കാണുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എറ്റിക്കേറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് അവർ. അതിനുശേഷം അവർ വളരെ വിനയത്തോടു കൂടി തന്നെ നിൽക്കുന്നു. മഹാപ്രഭുവിൽ നിന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത് സനാതൻ ഗോസ്വാമി. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എന്താണ്, ഒന്നും എനിക്കറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു മഹാപ്രഭുവിന് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നത്. ശരിയാണ്, ഉള്ളിൽ നിന്ന് വരുന്ന വിനയമാണ് ശില സനാതൻ ഗോസ്വാമിയും രൂപ ഗോസ്വാമിക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ളതല്ല. അപ്പോൾ ഇതെല്ലാം കണ്ട് മഹാപ്രഭുവിൻ്റെ മനസ്സ് ഓൾറെഡി നിറഞ്ഞു. മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മഹാപ്രഭു പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ മറ്റുള്ള ഭക്തരുടെ അനുഗ്രഹം രൂപ സനാതൻ ഗോസ്വാമിമാർക്ക് കിട്ടുന്നു. കാര്യം അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അവർ അത്രയും നല്ല ഭക്തരായതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. അതാണ്. ഓക്കെ. ദ്വിജനെ പ്രഭുര കൃപ ദേഖി ഭക്തഗണെ ഹരി ഹരി ബലെ സബെ അനന്തിത മാനെ. കൃഷ്ണ പ്രഭുജി. दुई जने प्रभुरा कृपा देखी भक्त गणे हरि हरि बेले सबे ആനന്ദിത മനെ. വിവർത്തനം ശ്രീ പ്രഭുപാദ് കീ ജയ്. ആ രണ്ട് സഹോദരങ്ങളോടുമുള്ള മഹാപ്രഭുവിന്റെ കാരുണ്യം കണ്ട ഭക്തന്മാരെല്ലാം ആഹ്ലാദഭരിതരായി ഹരി ഹരി എന്ന് ഭഗവാന്റെ തിരുനാമം ഉച്ചരിച്ചു. ഭാവാർത്ഥം വായിക്കണം പ്രഭു. ഭാവാർത്ഥം. ശ്രീല നരോത്തമദാസ ഠാക്കൂർ പറയുന്നു, ഛാഡിയ വൈഷ്ണവ സേവ നിസ്താര പേയേച്ചേ കേബ. ഒരുവൻ ഒരു വൈഷ്ണവനെ സേവിക്കാത്ത പക്ഷം അവനെ മോചിപ്പിക്കാൻ കഴിയില്ല. ആധ്യാത്മിക ഗുരു ശിഷ്യനെ മോചിപ്പിക്കാനായി ദീക്ഷ നൽകുന്നു. ശിഷ്യൻ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ നിർവഹിക്കുകയും മറ്റുള്ള വൈഷ്ണവരോട് അപരാധം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ പാത തെളിഞ്ഞതായിരിക്കും. അതിനാൽ ആ നേരത്തിൽ ഭഗവാനാൽ ദീക്ഷ നൽകപ്പെട്ട ഇരു സഹോദരന്മാരായ രൂപനോടും സനാതനനോടും കരുണ കാട്ടാൻ അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ വൈഷ്ണവരോടും ശ്രീ ചൈതന്യ മഹാപ്രഭു അഭ്യർത്ഥിച്ചു. ഒരു വൈഷ്ണവൻ മറ്റൊരു വൈഷ്ണവന് ഭഗവത് കാരുണ്യം ലഭിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷിക്കുന്നു. വൈഷ്ണവർ അസൂയാലുക്കളല്ല. ഒരു വൈഷ്ണവൻ ഭഗവത് കൃപയാൽ അവിടുത്തെ ദിവ്യനാമം ലോകത്തിലെമ്പാടും വിതരണം ചെയ്യാൻ യോഗിക്കപ്പെടുമ്പോൾ മറ്റുള്ള വൈഷ്ണവർ അവർ ശരിയായ വൈഷ്ണവരാണെങ്കിൽ വളരെ സന്തുഷ്ടരാകുന്നു. ഒരു വൈഷ്ണവന്റെ വിജയത്തിൽ അസൂയാലുവാകുന്ന ഒരുവൻ തീർച്ചയായും വൈഷ്ണവനല്ല, മറിച്ച് ഒരു സാധാരണ ലൗകികനായ മനുഷ്യനാണ്. അസൂയയും ദേഷ്യവും പ്രകടിപ്പിക്കുന്നത് ലൗകിക ജനങ്ങളാണ്, വൈഷ്ണവരല്ല. ഭഗവാന്റെ ദിവ്യനാമം വ്യാപിക്കുന്നതിൽ വിജയിക്കുന്ന ഒരു വൈഷ്ണവനോട് മറ്റൊരു വൈഷ്ണവൻ എന്തിന് അസൂയപ്പെടണം? ഭഗവാന്റെ കാരുണ്യം നൽകുന്ന മറ്റൊരു വൈഷ്ണവനെ അംഗീകരിക്കുന്നതിൽ ഒരു യഥാർത്ഥ വൈഷ്ണവൻ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു വൈഷ്ണവന്റെ വേഷത്തിലുള്ള ഒരു ലൗകികനായ മനുഷ്യൻ ബഹുമാനിക്കപ്പെടരുത്, മറിച്ച് നിരസിക്കപ്പെടണം. ഇത് ശാസ്ത്രത്തിൽ അനുശാസിച്ചിട്ടുണ്ട്. ഉപേക്ഷ എന്ന വാക്കിനർത്ഥം അവഗണിക്കുക എന്നാണ്. അസൂയാലുവായ ഒരു വ്യക്തിയെ അവഗണിക്കണം. ഒരു പ്രചാരകന്റെ ധർമ്മം പരമദിവ്യോത്പുരുഷനെ സ്നേഹിക്കുക, വൈഷ്ണവരുമായി സൗഹൃദം സ്ഥാപിക്കുക, നിഷ്കളങ്കരോട് കരുണ കാട്ടുക, അസൂയാലുക്കളെ അഥവാ വിദ്വേഷികളെ അവഗണിക്കുക അഥവാ തിരസ്കരിക്കുക എന്നിവയാണ്. ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ വൈഷ്ണവരുടെ വേഷത്തിൽ ധാരാളം അസൂയാലുക്കളുണ്ട്. അവരെ തീർത്തും അവഗണിക്കണം. വൈഷ്ണവന്റെ വേഷത്തിലുള്ള അസൂയാലുവായ ഒരു വ്യക്തിക്ക് സേവനം ചെയ്യേണ്ട ആവശ്യമില്ല. നരോത്തമദാസ ഠാക്കൂർ ഛാഡിയ വൈഷ്ണവ സേവ നിസ്താര പേയേച്ഛ കേബ എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ വൈഷ്ണവനെയാണ് സൂചിപ്പിക്കുന്നത്. വൈഷ്ണവന്റെ വേഷമണിഞ്ഞ അസൂയാലുവോ വിദ്വേഷിയോ ആയ വ്യക്തിയല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്തർക്കും ഒരുപാട് സന്തോഷമായി. അതാണ് ഭക്തർ അവരെല്ലാവരും കാണുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു അനുഗ്രഹം മനസ്സറിഞ്ഞുകൊണ്ട് മഹാപ്രഭു അവരെ അനുഗ്രഹിക്കുന്നു, അവരെ ആശീർവദിക്കുന്നു, രണ്ട് സഹോദരന്മാരെ. അത് കണ്ടപ്പോൾ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം അവരിലേക്ക് രൂപസനാതനിലേക്ക് ചൊരിയുന്നത് കണ്ടപ്പോൾ ഇവരെല്ലാവരും ഇവർക്ക് സന്തോഷമായി. കൂടെയുള്ള ഭക്തർക്കെല്ലാം നിത്യാനന്ദ പ്രഭു, ഹരിദാസ് ഠാക്കൂർ, അങ്ങനെ ഒരുപാട് ഭക്തരുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഉറക്കെ ഹരി 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 എന്ന് പറഞ്ഞ് അവിടെ ഹരിനാമം ചൊല്ലുന്നു. അപ്പോൾ
ഇതിൽ നിന്നുള്ള ലെസൺ എന്താണ്? മറ്റുള്ള ഭക്തർ അവർക്ക് ഭഗവാന്റെ മഹാകാരുണ്യം കിട്ടുന്ന സമയത്ത്, അവരുടെ മെർസി വരും, ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോൾ അവർ ചിലപ്പോൾ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഭക്തിമാർഗത്തിൽ ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോവും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും ഗുരുവും ആ ഭക്തന്, ആ ഡിവോട്ടിക്ക് എംപവർമെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെയും ഗുരുവിൻ്റെയും എംപവർമെൻ്റ് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് സത്യമാണ്. നമുക്ക് കഴിവുണ്ടോ, കാണാൻ ഭംഗിയുണ്ടോ, നന്നായി സംസാരിക്കാൻ അറിയോ, ഇതിലൊന്നും കാര്യമില്ല. പണ്ഡിതനാണോ, ഇതിലൊന്നും കാര്യമില്ല. ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹം വേണം. അത് വരുന്ന സമയത്ത് ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഷൈൻ ചെയ്യും. അവർ സൂപ്പർ സ്റ്റാറുകളാവും, അല്ലെങ്കിൽ അവർ സ്റ്റാറുകളാവും. ആളുകൾ അവരെ നോക്കി കണ്ടുകൾ തുടങ്ങും. അതായത് ഇവരിത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും ഭക്തരെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ അവർ പ്രചരണം ചെയ്യുന്നു, നല്ല രീതിയിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്യുന്നു. അങ്ങനെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും. കാര്യം അവരെ കാണുന്നു, അല്ലെങ്കിൽ ആളുകൾ കണ്ടു തുടങ്ങും. ഇവരിൽ വരുന്ന ചിലപ്പോൾ കുറച്ച് വർഷങ്ങളെ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ വളരെ ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം നടക്കുന്നത് ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവരെ നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നിയില്ലെങ്കിൽ, ഇവിടെ പ്രഭുപാജിയും ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു വൈഷ്ണവൻ്റെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷം തോന്നാതെ പകരം നമുക്ക് അസൂയയാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ മോശക്കാരാണെന്നാണ്. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ശ്രദ്ധിക്കണം. പുറമേക്ക് നമ്മൾ പറയും ഹരി ഹരി, ഹരി ബോൽ, ചിലപ്പോൾ അവരെ കെട്ടിപ്പിടിക്കുന്നു, അലിംഗനം ചെയ്യുന്നു, കൈയടിക്കുന്നു, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ ഉള്ളിൽ വേദനയാണ്. എന്നാലും എനിക്ക് കിട്ടിയില്ലല്ലോ, അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് കിട്ടുന്നില്ല. ഇത് അസുഖമാണ്. ഇതിനെയാണ് അസൂയയുടെ അസുഖമെന്ന് പറയുന്നത്. വലിയൊരു മാറാരോഗമാണത്. ശ്രദ്ധിക്കണം വളരെയധികം. ആക്ച്വലി നമ്മൾ ഭക്തരുടെ മുകളിൽ നമുക്ക് അസൂയ തോന്നുവാണെങ്കിൽ അതിനർത്ഥം ഭഗവാനിൽ അസൂയ തോന്നുന്നു എന്നാണ്. വ്യത്യാസമില്ല. കാര്യം ഭഗവാന്റെ മഹാകൃപ കൊണ്ടാണ് അവർ ഇത്രയും ആളുകളുടെ മുമ്പിൽ നോട്ടീസ് ചെയ്യുന്നതും അവർ ഇത്രയും നല്ല രീതിയിൽ സേവനങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ അത് ഭഗവാൻ തീരുമാനിച്ചതാണ്, ആ വ്യക്തിക്ക് ഞാൻ ഈ അനുഗ്രഹം കൊടുക്കണമെന്നുള്ളത്. ഭഗവാൻ എംപവർ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ മുകളിൽ, ആ ഭക്തരുടെ മുകളിൽ ഭഗവാൻ എംപവർ ചെയ്തിട്ടുള്ള ആളുകളുടെ മുകളിൽ നമുക്ക് അസൂയ തോന്നുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്ക് അസൂയയാണെന്നാണ്. അതിൻ്റെ അർത്ഥം ഭഗവാനിൽ നമുക്ക് അസൂയയാണെന്നാണ്. ഭഗവാനോട് നമുക്ക് അസൂയ തോന്നുന്നു. അപകടം, കോഷൻ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ മറ്റുള്ള വൈഷ്ണവരുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷമാണ് വേണ്ടത്, അല്ലാതെ അസൂയല്ല. അത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം, പുറമേക്ക് കാണിക്കൽ മാത്രമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശുദ്ധീകരണം നടന്നിട്ടില്ല മുഴുവനും. ഇനിയും കുറേ ശുദ്ധമാവാനുണ്ട്. സോ ഇനിയും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം, ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ഈ മോശമായിട്ടുള്ള ഈ അസൂയ പോലുള്ള ഈ പറയുന്ന അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളഞ്ഞു തരാൻ വേണ്ടി നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അസൂയ തോന്നാതിരിക്കാൻ വേറൊരു മാർഗം, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് പോകാൻ വേണ്ടി, അനർത്ഥം പോവാതിരിക്കാൻ വേറൊരു മാർഗം, നമ്മൾ വൈഷ്ണവരെ സേവനം ചെയ്യുക. ആ വൈഷ്ണവരെ എല്ലാവരെയും സേവനം ചെയ്യുക. നമ്മൾ വരിഷ്ഠരായിട്ടുള്ള സന്യാസിമാരും അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരെ മാത്രമേ ഞാൻ സേവിക്കുകയുള്ളൂ, അങ്ങനെയല്ല. എല്ലാവരെയും സേവിക്കാനുള്ള മനോഭാവം നമുക്ക് വേണം. എല്ലാ കാറ്റഗറിയിൽ വരുന്ന ആളുകളെയും സേവിക്കാൻ, അതായത് ഉത്തമാധികാരികളെ മാത്രമല്ല, മധ്യമാധികാരികളെയും കനിഷ്ഠാധികാരികളെയും എല്ലാവരെയും സേവിക്കണം. അവരെ സേവിക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും. ഉത്തമാധികാരികളെ
അല്ലെങ്കിൽ ശുദ്ധഭക്തരെ അല്ലെങ്കിൽ സന്യാസി അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരെ നമ്മൾ സേവിക്കുന്ന രീതിയും നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ആളുകളോടുള്ള അവരെ സേവിക്കുന്ന രീതിയും പുതുതായിട്ട് വരുന്ന ഭക്തരോടുള്ള സേവനവും ഒക്കെ അതിൻ്റെ രീതികൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സേവനം തന്നെയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ സ്നേഹത്തോടു കൂടി. അതാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രചരണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാനോടുള്ള ആ പ്രേമം, അതേപോലെ മൈത്രി, പിന്നെ കൃപ, പിന്നെ ഉപേക്ഷ, ഇതെല്ലാം മധ്യമാധികാരികളുടെ ക്വാളിറ്റീസാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പ്രേമ എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ആ സ്നേഹം, പ്രേമം. മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവരോട് നമുക്ക് ആ ഒരു സൗഹൃദ ബന്ധം. അതേപോലെ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരും അല്ലെങ്കിൽ അതേ ഭക്തിമാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി പുതുതായി വന്നവർക്ക് അവരോട് നമുക്ക് കൃപ തോന്നണം. അവരെ വേണ്ട രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കണം, ഗൈഡ് ചെയ്യണം. അതേപോലെ ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ ഉള്ളവരോ അങ്ങനെയുള്ളവരോട് നിന്ന് നമ്മൾ മാറി നിൽക്കുക. അപ്പോൾ ഇതെല്ലാം മധ്യമ അധികാരിയുടെ ക്വാളിറ്റീസായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതിനെയാണ് ഈ 4 കാര്യങ്ങൾ. പുള്ളി ഇത് നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് ശീല പ്രഭുപാജി പറയുന്നത്. പിന്നെ ശില നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞു, ഛാടിയ വൈഷ്ണവ സേവ നിസ്താര പേച്ചെ കെബ. അതായത് വൈഷ്ണവരെ സേവിച്ചില്ലെങ്കിൽ, വൈഷ്ണവ സേവ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉയർച്ചയുണ്ടാവില്ല ഭക്തിയിൽ എന്നുള്ളത്. അതുകൊണ്ട് വൈഷ്ണവ സേവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാപ്രഭുവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസിൽ അദ്ദേഹം പറയുന്നതാണ്, നാമേ രുചി, വൈഷ്ണവ സേവ, അതേപോലെ ജീവേദയ, 3 കാര്യങ്ങൾ. നാമേ രുചി, നിരന്തരം നാമം ജപിക്കുക. വൈഷ്ണവ സേവ, വൈഷ്ണവരെ സേവിക്കുക. ജീവദയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം കൊടുക്കുക, മറ്റുള്ളവരോട് കൃപ തോന്നുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നാമരുചിയും വൈഷ്ണവ സേവയും ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരെ സേവിക്കുവാൻ, മറ്റുള്ളവരോട് കൃപ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അപ്പോൾ ഇത് മഹാപ്രഭുവിൻ്റെ ഇൻസ്ട്രക്ഷൻസിലും വരുന്നതാണ്. അതുകൊണ്ട് അതും നരോത്തമദാസ് ഠാക്കൂർ ഒന്നുകൂടെ എടുത്ത് പറയുന്നു, വൈഷ്ണവ സേവ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അല്ലാതെ ഇവിടെ പറയുന്നു ശരിയായിട്ടുള്ള വൈഷ്ണവരെ നമ്മൾ നല്ല രീതിയിൽ സേവിക്കണം. ഇനി കപടരായിട്ടുള്ളവരുണ്ടാവും, അവരുടെ കൂടെ നമുക്ക്, അതാണ് ഉപേക്ഷ എന്ന് പറയുന്നത്. കാര്യം നമുക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കും ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെയും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. നിത്യാനന്ദ ഹരിദാസ ശ്രീവാസ ഗദാധര മുകുന്ദ ജഗദാനന്ദ മുരാരി വക്രേശ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യാനന്ദ ഹരിദാസ ശ്രീവാസ ഗദാധര മുകുന്ദ ജഗദാനന്ദ മുരാരി വക്രേശ്വര. വിവർത്തനം. ദിവ്യപൂജ ശ്രീ ശ്രീമദ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. നിത്യാനന്ദ പ്രഭു, ഹരിദാസ ഠാക്കൂർ, ശ്രീവാസ ഠാക്കൂർ, ഗദാധര പണ്ഡിതൻ, മുകുന്ദൻ, ജഗദാനന്ദൻ, മുരാരി, വക്രേശ്വരൻ എന്നിവർ ഉൾപ്പെടെ മഹാപ്രഭുവിന്റെ എല്ലാ വൈഷ്ണവ സഹചാരികളും അവിടെ സന്നിഹിതരായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ അവിടെ മഹാപ്രഭുവിൻ്റെ കൂടെ ആ ഒരു സഭയിൽ അവിടെ കുറേ ആളുകളുണ്ട്, കുറേ ഭക്തരുണ്ടായിരുന്നു. ശ്രീ നിത്യാനന്ദ പ്രഭു, ശ്രീല ഹരിദാസ് ഠാക്കൂർ, ശ്രീല ശ്രീവാസ് ഠാക്കൂർ, ശ്രീ ഗദാധർ പണ്ഡിറ്റ്, മുകുന്ദ, ജഗദാനന്ദ പണ്ഡിറ്റ്, മുരാരി ഗുപ്ത, വക്രേശ്വര പണ്ഡിറ്റ്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇവരെല്ലാവരും രൂപ സനാതൻ ഗോസ്വാമിമാർക്ക് അനുഗ്രഹം കിട്ടിയപ്പോൾ അവരെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. കാര്യം ഈ പറഞ്ഞ ഭക്തരെല്ലാവരും ശുദ്ധഭക്തരാണ്, മഹാപ്രഭുവിൻ്റെ പാർഷദരാണ്. സബാര ചരണേ ധരി പടേ ദുയി ഭായി, സബേ ബാലെ ധന്യ തുമി പായിലെ ഗോസായി.
ഞാൻ തന്നെ വായിച്ചോട്ടെ പ്രഭുജി? വായിക്കൂ. ഹരേ കൃഷ്ണ. സബാരാചാരണാധാര ധാരി പതേബ് ദുയീദ ഭായി സബേ ബലേ ധന്യ ഭൂമി ഭായിയിലെ ഗോസായി. വിവർത്തനം ഭാവാർത്ഥം. ദിവ്യപൂജ ശ്രീമതേ ശ്രീ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഇരു സഹോദരന്മാരായ രൂപസനാതനന്മാർ തൽക്ഷണം ഈ വൈഷ്ണവരുടെ എല്ലാം പാതാരവിന്ദങ്ങൾ തൊട്ടുവന്നിച്ചു. സന്തുഷ്ടരായി തീർന്ന അവരെയെല്ലാം മഹാപ്രഭുവിന്റെ കാരുണ്യം ലഭിച്ചതിൽ രണ്ട് സഹോദരന്മാരെയും അഭിനന്ദിച്ചു. ഭാവാർത്ഥം. ഇത് യഥാർത്ഥ വൈഷ്ണവയെ സൂചിപ്പിക്കുന്ന പെരുമാറ്റമാണ്. രൂപനും സനാതനനും ഭഗവാന്റെ കാരുണ്യം ലഭിക്കാൻ ഭാഗ്യമുണ്ടായത് കണ്ട അവർ വളരെയധികം സന്തോഷിക്കുകയും രണ്ട് സഹോദരന്മാരെയും അഭിനന്ദിക്കുകയും ചെയ്തു. വൈഷ്ണവന്റെ വേഷത്തിലുള്ള അസൂയാലുവായ ഒരു വ്യക്തി മറ്റൊരു വൈഷ്ണവൻ ഭഗവത് കാരുണ്യം നേടുന്നതിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഒട്ടും സന്തോഷിക്കുന്നില്ല. ദൗർഭാഗ്യവശാൽ ഈ കലിയുഗത്തിൽ വൈഷ്ണവരുടെ വേഷം ധരിച്ച ധാരാളം ലൗകികരുണ്ട്. ഭക്തി വിനോദ ഠാക്കൂർ അവരെ കലിയുഗ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നു. കലികേല എന്ന അദ്ദേഹം പറയുന്നു. നാസികയിൽ തിലകവും കണ്ഠത്തിൽ കണ്ടിമാലയുമുള്ള മറ്റൊരു വ്യാജ വൈഷ്ണവനുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അത്തരത്തിലുള്ള വ്യാജ വൈഷ്ണവൻ ധനത്തോടും സ്ത്രീകളോടും സമ്പർക്കം പുലർത്തുകയും വിജയികളാകുന്ന വൈഷ്ണവരോട് അസൂയപ്പെടുകയും ചെയ്യുന്നു. ഒരു വൈഷ്ണവനായി തെറ്റിദ്ധരിക്കപ്പെട്ടാലും വൈഷ്ണവന്റെ വേഷത്തിൽ ധനം ഹരേ കൃഷ്ണ. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്യൂ. ബാക്കി വായിക്കൂ. ഭക്തോടും സ്ത്രീകളോടും സമ്പർക്കം പുലർത്തുകയും വിജയികളാകുന്ന വൈഷ്ണവരോട് അസൂയപ്പെടുകയും ചെയ്യുന്നു. ഒരു വൈഷ്ണവനായി തെറ്റിദ്ധരിക്കപ്പെട്ടാലും വൈഷ്ണവന്റെ വേഷത്തിൽ ധനം സമ്പാദിക്കുകയാണ് അവന്റെ ഏക തൊഴിൽ. അതിനാൽ അത്തരമൊരു വ്യാജ വൈഷ്ണവനെയല്ലെന്നും മറിച്ച് കലിയുഗത്തിന്റെ ശിഷ്യനാണെന്നും ഭക്തിവിനോദ ഠാക്കൂർ പറയുന്നു. കലിയുടെ ശിഷ്യന് ഏതെങ്കിലും ഹൈക്കോടതിയുടെ തീരുമാനമനുസരിച്ച് ഒരു ആചാര്യനാകാൻ കഴിയില്ല. ഒരു വൈഷ്ണവ ആചാര്യനെ തിരഞ്ഞെടുക്കാൻ ഭൗതിക വോട്ടുകൾക്ക് ന്യായാധികാരമില്ല. ഒരു വൈഷ്ണവ ആചാര്യൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. അതിനാൽ ഒരു കോടതി വിധിയുടെയും ആവശ്യമില്ല. ഒരു വ്യാജ ആചാര്യൻ ഒരു ഹൈക്കോടതിയുടെ തീരുമാനത്തിലൂടെ ഒരു വൈഷ്ണവനെ മറികടക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷെ അവൻ കലിയുഗത്തിന്റെ ഒരു ശിഷ്യനല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഭക്തി വിനോദ ഠാക്കൂർ പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്ന അനുസരിച്ച് രൂപ സനാതൻ ഗോസ്വാമി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഉടനെ തന്നെ എന്താണ് അവർ ചെയ്തത്? രൂപ സനാതൻ ഗോസ്വാമി അവിടെ ഉണ്ടായിരുന്ന എല്ലാ വൈഷ്ണവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചു. അവർ ഓൾറെഡി ഹരി ഹരി എന്ന് പറഞ്ഞു കൺഗ്രാജുലേറ്റൊക്കെ ചെയ്തു ഇതിനു മുമ്പേ. എന്നാൽ രൂപ സനാതൻ ഗോസ്വാമി അവരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമുക്കുള്ളൊരു ലെസനാണ്. നമ്മുടെ സീനിയർ ഭക്തരിൽ നിന്ന് അല്ലെങ്കിൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുക അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും കാലിൽ പോയി തൊടണമെന്നുള്ളതല്ല. കാലിൽ പോയി തൊടാനുള്ള അധികാരം നമുക്കില്ല. എന്നാൽ നമസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ മനസ്സിലെങ്കിലും അവരോട് ആ ബഹുമാനം കാണിക്കുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും തോന്നുക വൈഷ്ണവരോട് ബഹുമാനം. പ്രത്യേകിച്ചും നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ളവർ, നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരോട് ഒക്കെ നമുക്ക് ആ ഒരു ബഹുമാനം, റെസ്പെക്റ്റൊക്കെ വേണം. എന്നാൽ കാണുന്ന എല്ലാവരുടെയും മുമ്പിൽ പോയി നമസ്കരിച്ച് അവസാനം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും നമ്മൾ നോക്കണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വളരെ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ വൈഷ്ണവരെ കാണുമ്പോൾ അപ്പോൾ തന്നെ നമസ്കരിക്കും. നല്ല ക്വാളിറ്റിയാണ്, ഓക്കെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനുള്ള സ്ഥലവും സാഹചര്യവും കൂടെ നമ്മൾ നോക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ മുമ്പിലാണോ നമസ്കരിക്കുന്നത് ആ വൈഷ്ണവൻ
ചിലപ്പോൾ അവരും ഇങ്ങനെ ആരെങ്കിലും നമസ്കരിക്കുമ്പോൾ തിരിച്ച് നമസ്കരിക്കേണ്ട, അല്ലെങ്കിൽ അവരും നമസ്കരിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ. ഒരുപക്ഷെ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുപക്ഷെ ആ സാഹചര്യം ചിലപ്പോൾ നമസ്കരിക്കാൻ ശരിയാവില്ല, ശരിയായിട്ടുള്ള സാഹചര്യമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് തിരിച്ച് ചെയ്യാൻ സാധിക്കില്ല. തിരിച്ച് ചെയ്യാൻ സാധിക്കാതാകുമ്പോൾ അവരുടെ ഉള്ളിലൊരു വിഷമം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മറ്റുള്ളവരെ ആക്കരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കാണുന്ന പാടെ അങ്ങനെ നമസ്കരിച്ച് അത് മറ്റുള്ളവർക്കത് ഒരു ബുദ്ധിമുട്ടാക്കി മാറ്റരുത്. പ്രത്യേകിച്ചും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ സ്ഥലവും കാലവും നോക്കി, സാഹചര്യവും നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ്റ്റേണലി ഫിസിക്കലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിലെങ്കിലും ആ ബഹുമാനം കൊടുക്കുക, അനുഗ്രഹിക്കുക. മനസ്സിൽ നമുക്ക് അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആരെയും നമ്മൾ ഒഫൻഡ് ചെയ്യുന്നില്ല. ഒരിക്കൽ ഞാനും ഇതേപോലെ വൃന്ദാവനത്തിൽ വെച്ച് ഒരു വരിഷ്ഠനായിട്ടുള്ളൊരു ഗൗഡീയ വൈഷ്ണവനെ കണ്ടപ്പോൾ, ഒരുപാട് സീനിയറായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു. ഒരുപാട് സീനിയറായിട്ടുള്ള നമ്മുടെ ഗുരുജനങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുരുവിൻ്റെ സെർവൻ്റായിട്ട് കുറേ കാലം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹവും വളരെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹത്തെ എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്പിരിച്വൽ സുപ്പീരിയർ അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇദ്ദേഹമായിട്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, എന്നെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ എന്നെ അവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു, എനിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നമസ്കരിച്ചു. അവിടെ വഴിയിലായിരുന്നു, അപ്പോൾ മണ്ണിൽ വെച്ച് നിലത്ത് നമസ്കരിച്ചു. ഈ വൈഷ്ണവൻ, ഈ ഭക്തൻ, അദ്ദേഹത്തിന് ഏകദേശം 70-75 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നമസ്കരിക്കാം, പക്ഷേ അവരതെങ്ങനെ എടുക്കും എന്നുള്ളത് അറിയില്ല. ഞാൻ നമസ്കരിച്ചപ്പോൾ ആ വൈഷ്ണവനും അവിടെ നിലത്ത് നമസ്കരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ വളരെ ചെറിയ ആൾ, അദ്ദേഹം ഒരുപാട് സീനിയർ. രണ്ടാമത് മാത്രമല്ല പ്രായമായിട്ടുള്ള വ്യക്തി. മൂന്നാമത് മാത്രമല്ല, ഇതാണെങ്കിൽ വഴിയിലും. വൃന്ദാവനത്തിലായതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും അപ്പോൾ ആ സ്ഥലകാലം നോക്കാതെ ചെയ്തു. അദ്ദേഹം നമസ്കരിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അദ്ദേഹം നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വേണ്ട അരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അദ്ദേഹം നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചു പോയി, അദ്ദേഹം പോയി. അതിനുശേഷം എൻ്റെ ശിക്ഷാഗുരുവിനോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പ്രഭുജി, എനിക്ക് ഒരുപാട് മനസ്സിൽ വിഷമം തോന്നി. ആക്ച്വലി അപ്പോഴല്ല, കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പോയ ഉടനെയല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ വിഷമം തോന്നി. കാരണം അത്രയും വരിഷ്ഠനായിട്ടുള്ള ഭക്തൻ അദ്ദേഹത്തെ നമസ്കരിപ്പിച്ചു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അപ്പോൾ തന്നെ തോന്നി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട്, ശിക്ഷാഗുരുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെസ്, അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. റെസ്പെക്റ്റ് കൊടുക്കാം. കാര്യം അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെയാണ്. ചില ഭക്തർ അങ്ങനെയാണ്. ബിക്കോസ് അവർ ഒരുപാട് ഹമ്പിളായിട്ടുള്ള ഡിവോട്ടീസ്, അല്ലെങ്കിൽ ചില ഭക്തർക്ക് നേച്ചർ ഉണ്ടാവും. ആരെങ്കിലും നമ്മൾ നമസ്കരിച്ചാൽ പ്രായം ഒന്നും നോക്കില്ല, അവർ നമസ്കരിക്കും. എത്ര ചെറിയൊരു, ഞാനങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. വരിഷ്ഠരായിട്ടുള്ള ഭക്തരായിരിക്കും, ഒരുപാട് പ്രായമായിട്ടുണ്ടാവും. ആര് മുമ്പിൽ നമസ്കരിച്ചോ അവർ തിരിച്ച് നമസ്കരിക്കും. ആക്ച്വലി അതുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ നമസ്കരിക്കേണ്ട കാര്യം വരുന്നില്ല. കാര്യം അവർ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. അവരുടെ ആ ഒരു പവിത്രത കാരണം അവർ ചെയ്തു പോകുന്നതാണ്. എന്നാൽ നമുക്കത് ഒരു ഫീലിംഗ് തോന്നും അങ്ങനെ ചെയ്യാൻ അവർ നമ്മുടെ മുമ്പിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ശിക്ഷാഗുരു പറഞ്ഞു, ശരിയാണ്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ മനസ്സിൽ അവരുടെ മുമ്പിൽ നമസ്കരിക്കുക. ഇങ്ങനെ നമുക്ക് നമസ്കാരം പലപ്പോഴും ഇങ്ങനെയും ഹരേ കൃഷ്ണ പറഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യാൻ സാധിക്കും, അല്ലേ? മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം ചെയ്തില്ലെങ്കിലും ഇങ്ങനെയും നമുക്ക് അവരെ റെസ്പെക്റ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിക്കൊണ്ടും ചെയ്യണമെന്നുള്ളത് അന്ന് എനിക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ സ്ഥലവും സമയവും നോക്കാതെ പലപ്പോഴും ചെയ്യും. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറാൻ പാടില്ല. അതാണ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും നല്ലത് ചെയ്യാൻ, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി തീരുവാണെങ്കിൽ അത് ആക്ച്വലി നല്ലതല്ലല്ലോ.
കാര്യം അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ട് എന്തായാലും അത് എങ്ങനെ മനസ്സിലാവും എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ മനസ്സിലുണ്ടാവും. അത് ഭഗവാൻ നമ്മളെ തോന്നിപ്പിക്കുന്നതനുസരിച്ച് 1-2 പ്രാവശ്യം ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റും. പിന്നെ നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട എപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ബോധം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. അത് നമ്മൾ നല്ല രീതിയിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളൊക്കെ എപ്പോൾ എന്ത് എന്നുള്ളത് നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കും. അതാണെങ്കിൽ മാത്രമല്ല, വരിഷ്ഠമായിട്ടുള്ള ഭക്തരുടെ കൂടെ നമ്മൾ അവരുടെ സഹവാസത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള നല്ല ഭക്തരുടെ കൂടെ നമ്മൾ നിന്ന് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയാലും നമുക്ക് കണ്ടുപഠിക്കാൻ സാധിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവർ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ വി ഹാവ് ടു ബി വെരി നമ്മൾ ഏതെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള വൈഷ്ണവരുടെ കൂടെ നമുക്ക് നിൽക്കാനുള്ള അല്ലെങ്കിൽ സംഘത്തിനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ മാക്സിമം ഫുൾ അറ്റൻറ്റീവ് ആയിരിക്കണം നമ്മൾ. അവർ ചെയ്യുന്ന രീതികൾ, അവരുടെ പെരുമാറ്റം, അവർ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. ആക്ച്വലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബുക്കും പേനയായിട്ട് നമ്മളെപ്പോഴും നിൽക്കണം. അതിൻ്റെ അർത്ഥം ലിറ്ററലി ബുക്കും പേനയും എടുത്ത മുമ്പിൽ എഴുതി കഴിഞ്ഞാൽ അവർക്കൊന്നും തോന്നരുത്. പക്ഷെ എന്നാലും പറയുന്നത് സോ മെനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് പതുക്കെ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ അത് നമ്മുടെ ലൈഫിൽ അത് ചെറിയ രീതിയിലെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വൈഷ്ണവ സംഘങ്ങളിൽ നല്ല ഭക്തരുടെ കൂടെ നമുക്ക് നിൽക്കാൻ, സേവനം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ അസോസിയേഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. 220ാമത്തെ ശ്ലോകം വരെ എടുത്തു. 21 മുതൽ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു. ശ്രീ ചൈതന്യ ചരിതാമൃത की जय, श्रील कृष्णदास कविराज गोस्वामी की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, निताय गौर प्रेमानंद. Thank you, Prabhu. Thank you so much. Hare Krishna. हरे कृष्ण. प्रणाम प्रभु. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സായിരുന്നു. हरे कृष्ण. ओके Okay, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. हरे कृष्ण. थैंक यू. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞില്ലേ നമുക്ക് ഡിവോഷണലി ഒരാള് ഇംപ്രൂവ് ആവുമ്പോൾ ചിലപ്പോൾ അസൂയ തോന്നുമെന്ന്. ആവുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രഭു? ഒന്നെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ തോന്നുന്നത് കാണുമ്പോൾ ആ സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പ്രഭു? ഹരേ കൃഷ്ണ. നമ്മുടെ ഉള്ളിലാണ് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അസൂയ തോന്നുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇത് നല്ലതല്ല, എനിക്കിത് കറക്റ്റ് ചെയ്യണം, ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരണം. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അസൂയ എന്ന് പറയുന്ന ഒരു അനർത്ഥം നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാൻ പ്രാർത്ഥിക്കുക. ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഭഗവാനെ ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എനിക്ക് ചെറിയൊരു വിഷമം അല്ലെങ്കിൽ അസൂയ ഇടയ്ക്ക്, എപ്പോഴും ഉണ്ടാവില്ല, ചില സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മുടെ പേഴ്സണലി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഭഗവാനോട് എന്തും പറയാലോ. അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പോൾ ഭഗവാൻ പതുക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് തിരിച്ചറിയുന്നത് കാണുമ്പോൾ തന്നെ തിരിച്ചറിയുന്നു, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് ഭഗവാനോട് നമ്മൾ പറയുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും അതിന് നമ്മളെ സഹായിക്കും. പതുക്കെ ഗ്രാജുവലി നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് എന്നുള്ളതോ? അത് ആക്ച്വലി നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പം നമ്മുടെ ഉള്ളിൽ അസൂയ എന്ന് നമുക്കല്ല പ്രഭു, വേറൊരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ്, രണ്ട് ഡിവോട്ടീസ് തമ്മിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അതിൽ എങ്ങനെ പ്രതികരിക്കണം? രണ്ട് ഡിവോട്ടീസ് തമ്മിലുള്ള സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ പോരെ. അവർ
അവരെ കറക്റ്റ് ചെയ്യാനോ ഉപദേശിക്കാനോ നമുക്കുള്ള യോഗ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ വേണ്ട, നമ്മൾ ആരെയും കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളാദ്യം മനസ്സിലാക്കുക, ഫോളോ ചെയ്യാൻ നോക്കുക. ബാക്കി ആരെങ്കിലും ഉപദേശങ്ങൾ എങ്ങോട്ട് ചോദിക്കുക, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ, എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അവരോട് കാര്യങ്ങൾ. അല്ലാതെ രണ്ടുപേര് തമ്മിൽ ഈവൻ 2 ഡിവോട്ടീസ്, നമ്മൾ മൂന്നാമത്തെ ഒരാളാണെങ്കിൽ 2 ഡിവോട്ടീസ് തമ്മിലുള്ള ഡീലിങ്സിൽ അവർക്ക് അസൂയുണ്ട് എന്നുള്ളത് തോന്നാൻ നമ്മൾ മൂന്നാമത്തെ ആളെ ജഡ്ജ് ചെയ്യാൻ ആരാണ്? ആക്ച്വലി നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇല്ലെങ്കിൽ ആക്ച്വലി നമ്മളെ ബോദർ ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ അതിലൊരാൾ നമ്മളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് പറയുവാണ്, അങ്ങനെ എനിക്ക് അവർ തോന്നുകയാണ്, അവർക്കിങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് മറ്റുള്ള വ്യക്തിയോട്. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം, പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് പറയുന്ന പോലെ എപ്പോഴും അനൗൺസ്മെൻറ്റിൽ പറയും, ഇൻ കേസ് ഓഫ് എനി എമർജൻസി ഓക്സിജൻ മാസ്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ ധരിക്കൂ, പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കൂ. ഇതാണ് പറയുന്നത്. ഈ കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ ഭക്തി ജീവിതത്തിൽ നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളത് അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രചരണം നല്ലതാണ്, മറ്റുള്ളവരോട് കൃപ തോന്നുന്നത് നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ അൺലെസ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് വെറും പേരിന് വേണ്ടി മാത്രമാണ്. അവർക്കൊരു പരിവർത്തനം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് മാക്സിമം നമ്മുടെ കാര്യം അതേ നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും, നമ്മുടെ സേഫ്റ്റി ഇൻ ദ സെൻസ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട എന്നുള്ളതല്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ ഫസ്റ്റ് വി ഹാവ് ടു അനലൈസ് അവർ സെൽഫ്. നമ്മളെവിടെയാണ് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നത് അത് മനസ്സിലാക്കി ലെറ്റ് us വർക്ക് ഫോർ അവർ സെൽഫ്. നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് ലെറ്റ് us ഇംപ്രൂവ്. അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ അടുത്ത് എൻ്റെ റീസെൻറ്റ് US ട്രാവലിൽ എൻ്റെ ശിക്ഷാഗുരു പറഞ്ഞ കാര്യം കൂടിയാണ് ഇത്. രണ്ടാമത്തെ ദിവസം എനിക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. എന്തോ അങ്ങനെ പറഞ്ഞ പ്രീച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, ഫസ്റ്റ് യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, പുട്ട് യുവർ ഓക്സിജൻ മാസ്ക് ഫസ്റ്റ്, ദെൻ തിങ്ക് അബൌട്ട് അതേഴ്സ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലോങ് റണ്ണിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ പലതും പോകുന്നുണ്ടാവും, പക്ഷേ ലോങ് റണ്ണിൽ അത് ആർക്കും ഉപകാരം ഉണ്ടാകുന്നില്ല. നമുക്കും വ്യത്യാസങ്ങൾ വരുന്നില്ല, മറ്റു വ്യക്തിക്കും ഒന്നും സംഭവിക്കുന്നില്ല. സോ അങ്ങനെയാണ്. ഇതാണ് ദീസ് ആർ സം തോട്ട്സ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു സംശയം, ശരിക്കുള്ള വൈഷ്ണവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചൈതന്യ മഹാപ്രഭു ഇതിനുള്ള ഉത്തരം ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്. ആക്ച്വലി കുലിയ ഗ്രാമത്തിലെ വൈഷ്ണവർ മഹാപ്രഭുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, രഥയാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വൈഷ്ണവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. മഹാപ്രഭു ആദ്യത്തെ വർഷം പറയുന്നു, ആരെങ്കിലും നാമം ജപിക്കുന്നുണ്ടോ അവർ വൈഷ്ണവരാണ്. ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നാമം ജപിക്കുന്നുണ്ടോ അവർ വൈഷ്ണവരാണ്, അവരെ വൈഷ്ണവരായി കാണാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വർഷം അതേ ചോദ്യം തന്നെ അവർ വീണ്ടും ചോദിച്ചു. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, ആരെങ്കിലും നിരന്തരം ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ, ആദ്യം പറഞ്ഞ് ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നാമം ജപിക്കുന്നുണ്ടോ അവർ വൈഷ്ണവരാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വർഷം അദ്ദേഹം പറയുന്നത്, ആരാണോ നിരന്തരം നാമം ജപിക്കുന്നത്, ഭഗവാന്റെ തിരുനാമം അവരുടെ തിരുനാവിലുള്ളത്, അങ്ങനെയുള്ളവർ വൈഷ്ണവരാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരാണ് വൈഷ്ണവരെന്ന് പറഞ്ഞു. അതേ ചോദ്യം തന്നെ മൂന്നാമത്തെ വർഷം അവർ മഹാപ്രഭുവിനോട് ചോദിക്കും. മൂന്നാമത്തെ വർഷം മഹാപ്രഭു പറയും, ആരെ കാണുമ്പോഴാണോ നമുക്ക് നാമം ജപിക്കുവാനും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനും പ്രചോദനം കിട്ടുന്നത്, അവരാണ് വൈഷ്ണവർ എന്നുള്ളത്. സോ ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ആരിൽ നിന്നാണ് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്നത്,
ആരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്നത്, നമ്മുടെ എന്തൂസിയാസം കൂടുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ തീയ്, അതായത് ഭഗവാൻ ഭക്തിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സീരിയസ്നെസ് നമുക്ക് കൂടുന്നത് എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്, ആരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അതൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പവർ കാരണം ആക്ച്വലി നമുക്ക് കിട്ടുന്നതാണ്. കാര്യം ആ വ്യക്തി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതൊരു എക്സാമ്പിളാണ്. അതേപോലെ അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും അവരുടെ ദിനചര്യകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഭക്തരാണോ, അതോ വെറും പേരിന് വേണ്ടി മാത്രം പറയുന്നതാണോ, ക്ലാസ്സുകളിൽ മാത്രം പറയുന്നു, ആചരണമില്ലാത്തവരാണോ. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കുറച്ച് ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്താൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കപട രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് മൂടി വയ്ക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇത് പുറത്തു വരും. സോ ചിലപ്പോൾ ഇനീഷ്യലി നമുക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇങ്ങനെയുള്ളത് മറച്ചു വയ്ക്കാനും സാധിക്കില്ല. കപടരാണെങ്കിൽ അത് എപ്പോഴെങ്കിലും ഇത് പുറത്തേക്ക് വരും. ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിലോ സിറ്റുവേഷൻ. കാര്യം ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഒരേപോലെ ആയിരിക്കും. പ്രഭുപാദിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ശരിക്കുള്ള വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ അതിനെ ടോളറേറ്റ് ചെയ്ത് സമാധാനപരമായിട്ട് അതിനെ ഡീൽ ചെയ്യുന്ന വ്യക്തികളാണ് വൈഷ്ണവരെന്ന് പ്രഭുപാദ് ഒരുപാട് പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നിന്ദിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും പ്രോബ്ലംസും അല്ലെങ്കിൽ അപകീർത്തിയും എന്ത് വേണമെങ്കിൽ ആവട്ടെ, എന്ത് സംഭവിച്ചാലും അതിൽ കുലുങ്ങാതെ, എന്തൊക്കെ സംഭവിച്ചാലും കുലുങ്ങാതെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുക്കെ പിടിച്ച് ആ ഭഗവാനുള്ള വിശ്വാസം കുറയാതെ കൂടുന്നത് അല്ലെങ്കിൽ ഒട്ടും കുറയാതെ അവർ വീണ്ടും എന്തൂസിയാസത്തോടു കൂടി വീണ്ടും ആത്മാർത്ഥതയോടു കൂടി മനസമാധാനമായിട്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ, അവർ ഡെഫിനറ്റ്ലി ശുദ്ധഭക്തരാകും. അങ്ങനെയുള്ള ഭക്തർക്ക് അങ്ങനെ വരിഷ്ഠരായിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതെല്ലാം നമ്മുടെ ചെക്ക് പോയിൻറ്റ്സ് ആണ്. ഈ പറഞ്ഞ കുറേ പോയിൻറ്റ്സ് പറഞ്ഞു, അതെല്ലാം നമ്മുടെ ചെക്ക് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടാൻ ഇത്തിരി പാടാണ് പ്രഭുജി. കാരണം ക്ലാസ്സിൽ പല തത്വങ്ങളും ആചാരങ്ങളും പറയും, പക്ഷെ ജീവിതത്തിൽ അതൊന്നും പാലിക്കൂല. പറയാൻ സാധിക്കില്ല. ഒരുപാട് ഭക്തരുണ്ട്. നമ്മൾ കൂട്ടത്തിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. സോ ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ റിവീലായി കിട്ടും. അങ്ങനെയുള്ള ഭക്തരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സംഘം എടുക്കുക, അവരുടെ അസോസിയേഷൻ എടുക്കാൻ നോക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. പിന്നെ എല്ലാവരും ഈ ലെവലിലില്ല, മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് നമുക്ക് വേണ്ട. നമ്മളാണ് ഏറ്റവും മോശം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി എപ്പോഴും. നമ്മൾ മറ്റുള്ളവർ ക്ലാസ്സിൽ പറയുന്നു, അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അതൊന്നും നമ്മുടെ ബിസിനസ് അല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല അതൊന്നും. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അപ്പം നമ്മൾ അസോസിയേഷൻ എടുക്കുമ്പോൾ ഒരു ബൗണ്ടറി എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ സേഫായിട്ട് നിൽക്കുന്നത്, ഡിസ്റ്റൻസിൽ നിൽക്കുക, നോക്കുക. നമുക്കങ്ങനെ ഒരു ഉറപ്പും വിശ്വാസമൊക്കെ കിട്ടുവാണെങ്കിൽ യെസ്, അസോസിയേഷൻ എടുക്കുക, വേണ്ട കാര്യങ്ങൾ പഠിക്കുക, മുന്നോട്ട് പോവുക. നമ്മളെപ്പോഴും ഒരു ജാഗ്രതയോട് കൂടിയിട്ട് ഇരിക്കുക. ഏത് സിറ്റുവേഷനിലും നമ്മളെപ്പോഴും ഒരു കോഷ്യസ് ആയിട്ട് നല്ലതും തെറ്റും ശരിയും തെറ്റൊക്കെ തിരിച്ചറിയാനുള്ളൊരു കോൺഷ്യസ്നെസ്സിനോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അറ്റ് ദ സെയിം ടൈം എല്ലാവരും നമ്മളെക്കാൾ ബെറ്റർ ആണെന്നുള്ളൊരു ഫീലിംഗ് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും. അപ്പോൾ നമ്മുടെ വിനയം നഷ്ടപ്പെടും. സോ ബാക്കിയുള്ളവർ ബെറ്റർ ആണെന്നുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരിൽ പോസിറ്റീവായിട്ടുള്ള പോയിൻറ്റ്സ് കാണാൻ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, കൺമുമ്പിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും ആ വ്യക്തികൾ. പക്ഷേ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അസോസിയേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അസോസിയേഷൻ എടുക്കണ്ട. തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ പോകുന്നവർ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കാത്തവർ നമുക്ക് അസോസിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല.
എന്നാൽ അറ്റ് ദ സെയിം ടൈം അവരെ ക്രിട്ടിസൈസ് ക്രിട്ടിസൈസ് ചെയ്യാനും പാടില്ല. കാര്യം ആ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അവരങ്ങനെ ചെയ്യുന്നത്, അവരെങ്ങനെയാണ്, എന്താണ് അവരുടെ മനസ്സിലുള്ളത്, ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, എത്ര മോശമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അവരെ ഞാൻ സാധുവായിട്ട് കാണുന്നു. അവർ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നോ പ്രോബ്ലം. അവരെന്നെ നാമം ജപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ, അവരെ ഞാൻ അപ്പോഴും സാധുവായിട്ട് തന്നെ കാണുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അപ്പോൾ നമുക്കുള്ള ലെസൺ എന്താണ്? ഭഗവാൻ അങ്ങനെയാണ് കാണുന്നത്. സോ നമ്മൾ ആരാണ് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ ആരുമല്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാം നമുക്ക് ഓർക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ പ്രഭു 220 വരെയല്ലേ ഇന്ന് വായിച്ചേ? അതെ മതി. ഓക്കെ, താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു.